2024 സെപ്റ്റംബർ തൊട്ട് ഇന്നിപ്പോൾ 2025 സെപ്റ്റംബർ വരെ ഒരു വർഷക്കാലം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എല്ലാ ഇൻഡെക്സുകളും, എസ്പെഷ്യലി പറഞ്ഞാൽ നിഫ്റ്റി 50 ആണെങ്കിലും മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മാൾ ക്യാപ്പ് ആണെങ്കിലും എല്ലാം കൊടുത്തിട്ടുള്ള റിട്ടേൺ നെഗറ്റീവാണ്. പല ആളുകളും 2020 കോവിഡിന് ശേഷമായിരിക്കും മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം വളരെ പോപ്പുലറായി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ട്. അതേപോലെ തന്നെ വളരെ റെഗുലേറ്റഡ് ആണ്. അതായത് നമ്മുടെ ക്യാഷ് ഈ പറഞ്ഞ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിലല്ല നമ്മൾ നിക്ഷേപിക്കുന്നത് എന്നുള്ളത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം, എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം, എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും വേണമെങ്കിൽ പിൻവലിക്കാം, ഏത് സമയത്തും നിക്ഷേപിക്കാം. ഇതൊക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത്. പ്രധാനപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ലോക്കിൻ പീരീഡും ഇല്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഇതിനകത്തോട്ട് വരികയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം ഏകദേശം 4 ഇരട്ടിയോളാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ കൂടിയത്. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ 2024 അല്ലെങ്കിൽ 2023 അവസാനത്തിലൊക്കെ വന്നിട്ട് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള ഒരാൾക്ക് ബാങ്കിൽ കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റിട്ടേൺ പോലും കിട്ടിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം ഒറ്റ വേർഡിൽ പറഞ്ഞാൽ അസറ്റ് അലോക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് നമുക്ക് അസറ്റ് അലോക്കേഷൻ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യ വിട്ട് പുറത്തോട്ട് അമേരിക്ക, US, ഏഷ്യ പസഫിക്, ചൈന, അതേപോലെ തന്നെ യൂറോപ്പ്, അതേപോലെ മൾട്ടി റീജിയൻസ് ഒരുപാട് കൺട്രികളിൽ ഒരുമിച്ച് നിക്ഷേപിക്കാനായിട്ട് പറ്റും. അതേപോലെ തിമാറ്റിക് ഫണ്ടുകൾ, ഇത്തരത്തിലുള്ള ഫണ്ടുകളിലും കൂടി നമ്മൾ നിക്ഷേപിച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആയാലും നമുക്ക് മറ്റ് കൺട്രികളിലും കൂടി നിക്ഷേപമുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഓവറാൾ റിട്ടേൺ സ്റ്റിൽ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ഒരുപാട് മുകളിൽ നിൽക്കുമെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ജീവിക്കുകയാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ന്യൂസുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷേ അതിന് പുറത്തൊരു വേൾഡ് ഉണ്ടെന്നും ആ വേൾഡിലോട്ടും കൂടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും മികച്ചതാവും എന്നുള്ളതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ -2%, -3% ഈ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ -3 നിങ്ങൾക്ക് ഇവിടെ കിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു 30%, 40% അല്ലെങ്കിൽ ഇപ്പോൾ 50% മറ്റ് രാജ്യങ്ങളിലും കൂടി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെയും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു 20% ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു -2% ഉണ്ടെങ്കിൽ 20 -2 ചേർന്ന് ഏകദേശം നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത് സ്റ്റിൽ 18% ആയിരിക്കും. ഗ്ലോബലായിട്ടുള്ള ചില തിമാറ്റിക് ഫണ്ടുകൾ വരെ കഴിഞ്ഞ വർഷം 66% പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ അറിയാതെ പോകുന്നു. സോ ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണലി നമുക്ക് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ടോപ്പായിട്ടുള്ള 5 മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ കൺട്രികൾ ബേസ് ചെയ്തിട്ട്, ഏതൊക്കെ തീമുകൾ ബേസ് ചെയ്തിട്ട് ഞാൻ പേഴ്സണലി അനലൈസ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഏറ്റവും ടോപ്പ് 5 ഫണ്ട്സുകളാണ് ഇതിൽ പറയുന്നത്. ഇതൊരു ബൈ സെൽ കോൾ റെക്കമെൻഡേഷൻസ് അല്ല. നമുക്കിതിൻ്റെ ലിസ്റ്റും ഇതിൻ്റെ ഒരു അനാലിസിസും എങ്ങനെ ഏതൊക്കെ ഫണ്ടുകളാണെന്നുള്ളത് നോക്കാം. ഗ്ലോബലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ അതിൽ US സെഗ്മെൻറ്റിൽ, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്കയിലെ ടെക്നോളജിക്കൽ കമ്പനികളായിട്ടുള്ള നാസ്ഡാക്ക് ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്നതും S&P 500 ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. മോത്തിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100, അതേപോലെ തന്നെ S&P 500, ഫ്രാങ്ക്ലിൻ ഇന്ത്യ, എഡിൽവൈസ്, SBI, ബന്ധൻ, ICICI, എഡിൽവൈസ് US ടെക്നോളജിക്കൽ ഫണ്ട്സ്, US വാല്യൂ ഇക്വിറ്റി ഓഫ്ഷോർ ഫണ്ട്. ഇത്രയും മ്യൂച്വൽ ഫണ്ടുകളാണ് യുണൈറ്റഡ് സ്റ്റേറ്റുകളിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഫണ്ട്, അതായത് ഏഷ്യ സ്പെസിഫിക്കലി വരുന്ന ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. എഡിൽവൈസിൻ്റെ ഇക്വിറ്റി ഓഫ്ഷോർ ഫണ്ട്, അതേപോലെ ഗ്രേറ്റർ ചൈന ആക്സിസിൻ്റെ ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നു. ഇതാണ് ഏഷ്യയിൽ, അതായത് ചൈനയിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്. ഇനി യൂറോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് എഡിൽവൈസ് യൂറോപ്പ് ഡൈനാമിക് ഫണ്ട്, ഇൻവെസ്കോയുടെ ഒരു പാൻ യൂറോപ്പ് ഇക്വിറ്റി ഫണ്ട് ഓഫ് ഫണ്ടും വരുന്നുണ്ട്. ഇനി ഗ്ലോബൽ ആയിട്ടുള്ള റീജിയൻസ് എന്ന് പറയുമ്പോൾ US ഇൻവെസ്റ്റ് ചെയ്യും, ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഏഷ്യ സ്പെസിഫിക്കിലുള്ള ജപ്പാൻ, തായ്ലാൻഡ്, മലേഷ്യ പോലത്തെ മറ്റ് കൺട്രികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒരുപാട് ഒരു ഗ്രൂപ്പ് ഓഫ് കോണ്ടിനെൻ്റിൽ അത് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്.
അത്തരത്തിൽ വരുന്ന PGIM, ആക്സിസ്, ആദിത്യ ബിർള, ഇൻവെസ്കോ, സുന്ദരം, HSBC, ബറോദ, ഇത്രയും ലിസ്റ്റ് ഓഫ് ഫണ്ടുകളാണ് നമുക്ക് മൾട്ടി റീജിയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ റിസ്ക് വളരെ കുറച്ചുകൂടി കുറവായിരിക്കും ഒരു കൺട്രികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും. സോ കമ്പാരിറ്റീവ്ലി അപ്പോൾ റിട്ടേണും താരതമ്യേന കുറയും. പിന്നെ വരുന്നതാണ് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്കറിയാം നോർമലായിട്ട് വരുന്ന സെക്ടോറൽ അല്ലെങ്കിൽ തിമാറ്റിക് ഫണ്ടുകൾ, അതായത് ഇന്റർനാഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന തിമാറ്റിക് ഫണ്ടാണ് ഇൻവെസ്കോയുടെ ഗ്ലോബൽ കൺസ്യൂമർ ഫണ്ടും ഇൻവെസ്കോയുടെ ഗ്ലോബൽ ഇക്വിറ്റി ഇൻകം ഫണ്ട് എന്ന് പറയുന്നതും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള നമ്മൾ US, ചൈന, യൂറോപ്പ്, ഗ്ലോബൽ, ദെൻ തിമാറ്റിക് 5 കാറ്റഗറികളുണ്ട്. ഈ 5 കാറ്റഗറിയിലും ഏത് ഫണ്ടാണ് ഏറ്റവും ടോപ്പ് പെർഫോമറായിട്ട് കഴിഞ്ഞ 1 ഇയറിലെ പെർഫോമൻസ് കാഴ്ചവെച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ ഫുള്ള് ഫണ്ടുകളുടെ ലിസ്റ്റുകളും ഓരോ റീജിയനിൽ അല്ലെങ്കിൽ ഓരോ കൺട്രി ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടു. ഇനി ഈ ഓരോ കാറ്റഗറിയിലും ഏതാണ് ടോപ്പ് പെർഫോമിംഗ് ഫണ്ട് ലാസ്റ്റ് 1 ഇയർ ആയിട്ടുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റിൽ വരുന്നത് US ടെക്നോളജിയിൽ അല്ലെങ്കിൽ US S&P 500 ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഫണ്ടുകളിൽ എഡിൽവൈസ് US ടെക്നോളജി ഇക്വിറ്റി ഫണ്ടാണ്. 39.95% ആണ് അത് 1 ഇയർ കൊടുത്ത കാഗർ റിട്ടേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫണ്ട് വരുന്നത് ഏഷ്യ സ്പെസിഫിക്കിൽ ഗ്രേറ്റർ ചൈന സെഗ്മെന്റിൽ വരുന്ന എഡിൽവൈസ് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഓഫ്ഷോർ ഫണ്ട് 33.38%. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ ചൈനയുടെ ആ ഒരു ബൂം എസ്പെഷ്യലി ഓട്ടോ സെക്ടറിൽ BYD പോലത്തെ കാറുകൾ ലോകത്തിന് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക പ്രൊഡക്ട്സുകളും ഇപ്പോൾ ചൈനയുടേതാണ്. അപ്പോൾ ചൈനയുടെ ആ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമാവാൻ നമുക്കും ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത് വരുന്നത് യൂറോപ്പ് സെഗ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് വരുന്നത്. എഡിൽവൈസ് യൂറോപ്പ് ഡൈനാമിക് ഇക്വിറ്റി ഓഫ്ഷോർ ഫണ്ട് 27.68% ഗ്രോത്ത് ആണ് അത് കൊടുത്തത്. ഇനി വരുന്നത് മൾട്ടി റീജിയൻസിൽ വരുന്ന ഫണ്ടുകൾ. ഇൻവെസ്കോ ഇന്ത്യ ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട് 19.70. ഗ്ലോബൽ മൾട്ടി റീജിയൻസ് ഫണ്ടാകുമ്പോൾ ഒരുപാട് കൺട്രികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. യൂറോപ്പിലും ഏഷ്യയിലും US-ലും ചൈനയിലും ഒരുപാട് കൺട്രികളിൽ പല സെഗ്മെന്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്, അതനുസരിച്ച് റിട്ടേണും കുറവായിരിക്കും. ഇനി അടുത്തത് വരുന്നത് തിമാറ്റിക് ഫണ്ടുകളാണ്. അതായത് തിമാറ്റിക് ഫണ്ടുകൾ നമുക്കറിയാം പൊതുവെ അത് ഭയങ്കര ഹൈ റിസ്ക് ഫണ്ടുകളാണ് ഈ തിമാറ്റിക് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇൻവെസ്കോ ഗ്ലോബൽ കൺസ്യൂമർ ഫണ്ട് 63.97%, ഒരു അമേസിംഗ് റിട്ടേൺ ആണ്. ഇനി ഇതുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് എവിടെ നിൽക്കുന്നു? കഴിഞ്ഞ ഒരു വർഷം നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ഇന്ത്യയുടെ Nifty 50 കൊടുത്ത റിട്ടേൺ -1.64% ആണ്. അതേ സമയത്ത് മിഡ് ക്യാപ്പ് സെഗ്മെന്റ് കൊടുത്തത് -3.85% ആണ്. ലാസ്റ്റിൽ വരുന്ന നമ്മുടെ സ്മാൾ ക്യാപ്പ്, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്മാൾ ക്യാപ്പ് ഫണ്ടുകളിൽ പൊതുവേ ഉള്ളത്, -7.60 ആണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം, ഒരു എക്കണോമി ഡൗൺ ആകുന്ന സമയത്ത്, ഇപ്പോൾ ഇന്ത്യൻ എക്കണോമി ഡൗൺ ആണ്, ഇന്ത്യൻ എക്കണോമി ഡൗൺ ആകുന്ന സമയത്ത് മറ്റ് രാഷ്ട്രങ്ങളിൽ ചൈന ആണെങ്കിലും US ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും ആ എക്കണോമി വളരെ നല്ല രീതിയിലാണ് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്തത്. സോ നമ്മളൊരു 50,000 SIP ചെയ്യുന്ന ഒരാൾ ഒരു 25,000 ഇന്ത്യയിൽ SIP ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ 25,000 മറ്റ് കൺട്രികളോട് SIP ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് നമ്മളെ പോർട്ട്ഫോളിയോയിൽ കാണുന്ന ഇത്രയും ഡൗൺ ട്രെൻഡ് നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മോശമാണ് എന്നുള്ളതല്ല, ഈ കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് തുടർന്നും ഇങ്ങനെ ആവണമെന്നില്ല, ഇന്ത്യൻ മാർക്കറ്റും തിരിച്ചു കയറും. പക്ഷേ നമ്മളൊരു ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരണം എന്നുള്ള വലിയൊരു മെസ്സേജാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ള ഫണ്ടുകൾ ഈ സമയത്തെ ബെസ്റ്റ് പെർഫോമറാണ്, അതനുസരിച്ച് നെക്സ്റ്റ് 1 ഇയറിലോ 2 ഇയറോ ബെസ്റ്റ് പെർഫോമർ ആവണമെന്നില്ല. ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി ഇൻവെസ്റ്റും ചെയ്യരുത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് പ്രകാരം ഒരുപാട് ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് നല്ലതാണോ അല്ലേ എന്നുള്ള അറിയുള്ളൂ. ഇത് ലാസ്റ്റ് 1 ഇയറിലെ ഒരു പെർഫോമൻസ് കാണിച്ചു. ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് മറ്റ് മാർക്കറ്റുകൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു അറിവെന്ന് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് റിട്ടേൺ കൊടുത്ത സമയത്തും ഇത്തരത്തിലുള്ള ഗ്ലോബൽ ആയിട്ട് വരുന്ന US, ചൈന, യൂറോപ്പ് മാർക്കറ്റുകളെല്ലാം വളരെ അമേസിംഗ് ആയിട്ടുള്ള റിട്ടേൺ, ഏകദേശം 20% മുകളിലുള്ള ഒരു റിട്ടേൺ കൊടുത്തായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്, ഏതെങ്കിലും ഒരു കൺട്രിയിൽ അവിടെ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ വന്നു കഴിഞ്ഞാലും നമ്മൾ പല മൾട്ടി റീജിയൻസുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല അസറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഓവറാൾ പോർട്ട്ഫോളിയോയിൽ നമുക്ക് നെഗറ്റീവ് റിട്ടേൺ വരില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ റിട്ടേൺ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ എപ്പോഴും നമുക്ക് കിട്ടും എന്നുള്ളതാണ്, ഏത് എക്കണോമിക് കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാലും.
അതുകൊണ്ടാണ് അസറ്റ് അലോക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. അസറ്റ് ക്ലാസ്സുകളുള്ള അലോക്കേഷൻസ്, റീജിയൻസിലുള്ള അലോക്കേഷൻസ് കൃത്യമായി നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മളൊരു 50,000 SIP ചെയ്യുന്ന ഒരാളാണെങ്കിൽ പല എമൗണ്ടുകളായിട്ട് റീജിയൻസ് വൈസ് അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അസറ്റ് ക്ലാസ് വൈസ് അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇങ്ങനെ ഈ 2 ഡിസ്ട്രിബ്യൂഷനോട് കയറി വരുന്ന സമയത്ത് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ റിസ്ക് മനസ്സിലാക്കി, നിങ്ങളുടെ ഗോൾ മനസ്സിലാക്കി, നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളൊരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് കൃത്യമായ പോർട്ട്ഫോളിയോ അലോക്കേഷൻ ചെയ്യുക. അങ്ങനെയാകുന്ന സമയത്ത് ഏത് വേസ്റ്റ് മാർക്കറ്റ് കണ്ടീഷൻസിലും ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളോട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് ഒരു പ്രശ്നവും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ റിട്ടേണിന് കുറവ് വരുത്തില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് പ്രൂഡൻറ്റ് ഫണ്ട് ബസാർ എന്ന് പറയുന്നത്. അവരുമായിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇനി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അസറ്റ് പ്ലസ് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി NRIസിനെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിജിറ്റലായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും, യാതൊരു പേപ്പർ വർക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ. നമുക്ക് അടുത്ത ആഴ്ചകളിൽ മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.